നമ്മൾ ആദ്യം ഈ സ്കൂട്ടർ തട്ടിപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യം 300 കോടിയിൽ തുടങ്ങിയപ്പോൾ 1000 കോടിയുടെ അത്രയും വ്യാപകമായൊരു തട്ടിപ്പ് സംസ്ഥാനത്തുടനീളം നടന്നിരിക്കുകയാണ്. അതിൽ ജനപ്രതിനിധികളൊക്കെ അതിന്റെ ഒരു ഭാഗമായി തീരുകയാണ്. അവർ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. കണ്ണൂരിൽ നടന്ന തട്ടിപ്പിൽ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ 7ാം പ്രതിയായിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ആണ്. ലാലി വിൻസെന്റിന് തനിക്കെതിരായ പരാതിയെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം കൂടി നമ്മൾ ഈ സമയം പ്രതീക്ഷിക്കുകയാണ്. ബിനിൽ നമുക്കൊപ്പമുണ്ട്. ബിനിൽ, വളരെ ഗുരുതരമായ രീതിയിൽ അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിലൊന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു പേര് വരുന്നു. പക്ഷേ അവരുടെ പ്രതികരണം കൂടി സമയത്ത് സ്വാഭാവികമായും തേടണം. എന്താണ് ലാലി വിൻസെന്റ് പറയുന്നത് ഈ വന്ന പരാതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച്? സ്കൂട്ടർ തട്ടിപ്പ് കേസിലെ അനന്തുകൃഷ്ണന്റെ അഭിഭാഷക ലാലി വിൻസെന്റ് ചേരുകയാണ്. താങ്കൾ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. രാഷ്ട്രീയ ബന്ധം വെച്ചാണോ ഈ അനന്തുകൃഷ്ണന്റെ വക്കാലത്ത് ഏറ്റെടുത്തത്, അതോ നേരത്തെ തന്നെ ക്ലയന്റ് ആയിരുന്നു? അനന്തുകൃഷ്ണന് രാഷ്ട്രീയം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. മുമ്പ് വനിതാ കമ്മീഷൻ മെമ്പറായിരുന്ന പ്രമീള ദേവിയുടെ കൂടെ സ്റ്റാഫായിരുന്നു. പ്രമീള ദേവി കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് പ്രമീള ദേവി പിന്നീട് BJPയിലേക്ക് പോയി. പക്ഷേ അനന്തുകൃഷ്ണൻ പോയില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അതേ എനിക്കറിയൂ. അഭിഭാഷക എന്ന നിലയിൽ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട്? അതായത് അനന്തകൃഷ്ണൻ്റെ 2-3 കേസുകൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ 4ാമത്തെയോ 5ാമത്തെയോ കേസാണ്. അത് അനന്തകൃഷ്ണനെ ഓരോരുത്തർ പറ്റിച്ച് കാശ് കൊടുക്കാതെ ഉണ്ടായ കേസുകളായിരുന്നു. പിന്നെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ 2 പരാതികളുണ്ടായിരുന്നു. ആ 2 പരാതികളും പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരെണ്ണം ക്വാഷ് ചെയ്ത് വാങ്ങിയതും ഞാനാണ്. വേറെ 1-2 കേസുകൾ വേറെ കോടതികളിൽ പെൻഡിങ് ഉണ്ട്. ഒരാൾ കൃഷ്ണകുമാർ എന്നൊരാൾ പൈസ കൊടുക്കാനുള്ളതിന് കേസ് നടത്തി ഡിക്രി ആക്കിയിട്ട് അത് എക്സിക്യൂഷൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 കൊല്ലം കൊണ്ട് ഞാൻ അനന്തകൃഷ്ണൻ്റെ കേസുകൾ ചെയ്യുന്നുണ്ട്. ഈ കേസിൽ എന്നോട് ഹാജരാകണമെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ CI അറസ്റ്റ് ചെയ്ത സമയത്ത് അനന്തകൃഷ്ണൻ ഫോണിൽ എന്നെ വിളിക്കുകയും CIക്ക് കൊടുക്കുകയും CIയോട് ഞാൻ FIRൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അത് സ്റ്റേഷനിൽ നിന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും, എനിക്ക് FIR ഓഫ് ഹാൻഡ് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തിൽ ഞാൻ അനന്തകൃഷ്ണനെ കണ്ടു. കേസ് മനസ്സിലാക്കി അനന്തകൃഷ്ണൻ എന്നോട് ഹാജരായി കേസ് നടത്തണമെന്ന് പറഞ്ഞു. ജയിലിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് എനിക്ക് സംസാരിക്കാൻ ഇതുവരെ എൻ്റെ തിരക്കുകൊണ്ട് സമയം കിട്ടിയില്ല. ഈ ഒരുപാട് സ്ഥലത്ത് നിന്ന് പരാതികൾ വരികയാണ്. ഒരുപാട് സ്ത്രീകളാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അനന്തകൃഷ്ണൻ ഈ പണമൊക്കെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ കൃത്യമായിട്ട്. കാരണം എന്നോട് കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് പല ബിസിനസ്സുകളുടെയും കരാറുകൾ എന്നോട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ മോട്ടോർ ബൈക്ക് കമ്പനികൾ, ലാപ്ടോപ്പ് കമ്പനികൾ, ഫോൺ കമ്പനികൾ, അങ്ങനെ വലിയ വലിയ കമ്പനികളുമായിട്ടുള്ള കരാറുകളാണ്. പിന്നെ NGOs, ഒരു 75-ലധികം NGOസുമായിട്ടുള്ള കരാറുകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് എണ്ണം അറിഞ്ഞുകൂടാ, എത്രയോ എണ്ണം സീഡ് എന്ന് പറയും, സോഷ്യൽ ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ്. ഇത് മുഴുവൻ കേരളം മുഴുവൻ പടർന്നു കിടക്കുന്ന സൊസൈറ്റീസാണ്. ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്, ആരുമില്ലാതില്ല. പ്രമുഖരായ ഒരുപാട് പേരുണ്ട്. ഞാൻ പേര് പറഞ്ഞാൽ തീരൂല, അതിന് മാത്രമുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPMൻ്റെ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിൽ ധാരാളം സത്യക്കേടുണ്ട്. ധാരാളം CPM നേതാക്കന്മാരുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇൻ്റർവ്യൂവിന് പോകാനും ഇരിക്കാനും അനന്തകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹിയായി, ചെയർമാനായി ഞാൻ മനസ്സിലാക്കിയത് സത്യസായി ട്രസ്റ്റിൻ്റെ ഉത്തരവാദപ്പെട്ട വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ആനന്ദ്കുമാർ. യെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ആനന്ദകുമാറിൻ്റെ ശിഷ്യനാണ് അനന്തകൃഷ്ണൻ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഇവർ ലേ മെറിഡിയനിൽ ഒരു വലിയ സമിറ്റ് നടത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ആളുകളുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നെല്ലാം CSR ഫണ്ടിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഏജൻസികളും വന്നിരുന്നു. വലിയ കമ്പനികളുടെ, ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ വലിയ കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. എന്നെ ആശംസ പറയാൻ വിളിച്ചിരുന്നു. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമാണ് തോന്നിയത്. പിന്നെ ഇവർ ചെയ്ത പദ്ധതികൾ ഞാൻ പഠിച്ചപ്പോൾ 50% ബെനഫിഷ്യറിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഈ ബെനഫിഷ്യറിയുടെ കയ്യിൽ നിന്ന് 50% വാങ്ങിയാൽ ബാക്കി 50% ഇട്ട് കൊടുത്തിരിക്കുന്ന മോട്ടോർ ബൈക്കുകളുടെ എണ്ണം 18,000.
ലാപ്ടോപ്പുകൾ കൊടുത്തിരിക്കുന്നത് 45,000-ഓ 35,000-ഓ കറക്റ്റ് കണക്കല്ല. തുന്നൽ മെഷീനും അതുപോലെയാണ്. 7.5 കോടി രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഒരു സർക്കാരിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അന്നം കൊടുത്തതാ ഒരുപാട് വീടുകളിൽ. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ, ഇപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകൾ, ഇപ്പോൾ മൂവാറ്റുപുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ 1200 പേർക്കാണ് സ്കൂട്ടർ മാത്രം കിട്ടാനുള്ളത്. കണ്ണൂർ ഏതാണ്ട് 2000-ഓളം പരാതികളെന്ന് പറയുന്നു. ആലപ്പുഴ, തൃശ്ശൂർ, ഈ പരാതി ഇല്ലാത്ത ജില്ലയില്ല. അപ്പോൾ വലിയൊരു രീതിയിൽ ഈ പണം റോൾ ചെയ്ത് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും അത് ബോധ്യപ്പെടുമായിരിക്കും, ബഹുമാനപ്പെട്ട പോലീസിനും അത് ബോധ്യപ്പെടുമായിരിക്കും. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി വന്ന സമയത്ത് NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികളുമായിട്ട് അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ടിരുന്നു, ആലുവ SP-യെ കണ്ടിരുന്നു, DIG-യെ കണ്ടിരുന്നു. അതിനെല്ലാം NGO കോൺഫെഡറേഷൻ്റെ ആളുകളാണ് അനന്തു കൃഷ്ണൻ്റെ കൂടെ പോയതായി ഞാൻ അറിയുന്നത്. അവരുടെ വക്കീൽ വേറെയാണ്, ഞാനല്ല. അവർ മറ്റൊരു വക്കീലിനെ. ശരി, എന്തായാലും തനിക്കതിൽ നേരിട്ട് പങ്കില്ല. പക്ഷേ അനന്തകൃഷ്ണൻ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മതിപ്പോടുകൂടി തന്നെയാണ് ലാലി വിൻസെന്റ് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാനുണ്ട്. അതിനുശേഷം അവർ ഇതിൽ അഭിഭാഷക കൂടിയാണ്, അതിന്റെ ലീഗൽ അഡ്വൈസർ കൂടിയാണ്. ആ രീതിയിലാണ് ഇതുമായി ഈ ഇടപാടുമായി ബന്ധമെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.